ഒരു കാലത്ത് സ്ത്രീകൾ ഏറ്റവും സുരക്ഷിതമായ നഗരമായിരുന്നു കൊൽക്കത്ത. ക്രമസമാധാന പാലനത്തിൽ രാജ്യത്തിന് മാതൃകയായ നഗരം. എന്നാൽ കൊൽക്കത്ത ഇന്ന് പഴയ കൊൽക്കത്തയല്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ തലസ്ഥാനം. അക്കാലത്ത് തുറമുഖത്തും ചണമില്ലുകളിലും തൊഴിൽ തേടി ലക്ഷങ്ങൾ കൊൽക്കത്തയിലേക്ക് കുടിയേറി. അവരുടെ പട്ടിണിയും ദാരിദ്ര്യവുമെല്ലാം ഒരു പരിധിവരെയെങ്കിലും ഈ നഗരം തീർത്തു. ലോകോത്തര സാഹിത്യം, ലോകോത്തര സംഗീതം, ലോകോത്തര ചിത്രകല, ലോകോത്തര സിനിമ. കൊൽക്കത്ത രാജ്യത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായി മാറി. ഫുട്ബോൾ എക്കാലത്തും കൊൽക്കത്തയുടെ ആവേശമായിരുന്നു. ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും ബദ്ധശത്രുക്കൾ. അവർ ഏറ്റുമുട്ടുമ്പോൾ കൊൽക്കത്ത നഗരം ഇളകിമറിയും. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ ബംഗാളിൽ കലാപങ്ങൾ പടർന്നു. വിഭജനം ബംഗാളിനെ കീറിമുറിച്ചു. കൊൽക്കത്ത നഗരം ശവക്കൂമ്പാരമായി മാറി. വേദന കൊണ്ട് പിടഞ്ഞ കൊൽക്കത്തയുടെ മുറിവുണക്കിയത് കമ്മ്യൂണിസ്റ്റുകാർ. ജ്യോതി ബസു, പ്രമോദ് ദാസ് ഗുപ്ത, ബുദ്ധദേവ് ഭട്ടാചാര്യ ഇവരുടെയെല്ലാം നേതൃത്വത്തിന് കീഴിൽ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നപ്പോൾ കൊൽക്കത്ത നഗരം ചുവന്നു. കൊൽക്കത്ത നഗരം രാജ്യാന്തര തലത്തിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ അപ്രഖ്യാപിത ആസ്ഥാനമായി മാറി. ആയിരത്തി 1984 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. പിന്നാലെ രാജ്യത്തെ പല പ്രദേശങ്ങളിലും സിഖുകാർക്കെതിരെ ആസൂത്രിതമായ കലാപങ്ങൾ നടന്നു. കൊൽക്കത്തയിലും കോൺഗ്രസുകാർ സിഖുകാരെ ആക്രമിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി. ഈ ഗുരുദ്വാര ആക്രമിക്കാനുള്ള പദ്ധതി വരെ അന്ന് തയ്യാറാക്കിയിരുന്നു. എന്നാൽ ഈ ഗുരുദ്വാര മാത്രമല്ല, കൊൽക്കത്തയിലെ എല്ലാ സിഖുകാർക്കും സംരക്ഷണം ഉറപ്പുവരുത്തി. പോലീസിനെ കൂടാതെ അന്ന് കമ്മ്യൂണിസ്റ്റുകാരും സംരക്ഷണത്തിനായി രംഗത്തിറങ്ങിയിരുന്നു. During that time, it was under control of CPIM, and for that reason, the Kolkata was in a very good condition. All the Sikhs were safe, all the Sikh people, even myself. I'm talking about myself, that I was also safe, and even during that time, all the Communist Party people, they used to come and protect. They used to give word to everyone, Punjabi Sikh people, that don't worry, we are here and we will protect you. And that from that time onwards, we are very happy that. But nowadays, due to some political issue like TMC party, they are not balancing. For this reason, the communal problem is arising day by day. The clash between Hindus and Muslims and different communities. You can even see during this period, TMC period. There has been a riot in different places, but this thing is not been shown to everyone. But it's a fact. If you think about this, if you will ask somebody, they will tell you about this. Okay, this thing happened, but due to fear, no one want to disclose this, and this happens in Kolkata. ഇടതുപക്ഷം ഭരിക്കുന്ന കാലം കൊൽക്കത്ത നഗരം രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരമായിരുന്നു. സാമുദായിക മൈത്രിക്ക് പേരെടുത്ത നഗരം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖുകാരനുമെല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ ഈ നഗരത്തിൽ ഒറ്റക്കെട്ടായി ജീവിച്ചു. കൊൽക്കത്ത നഗരത്തെ ഒരു ലോകോത്തര നഗരമാക്കി മാറ്റാനുള്ള പദ്ധതികൾ ഇടതുപക്ഷ സർക്കാരുകൾ തയ്യാറാക്കി. പക്ഷേ പൂർത്തിയാക്കാനായില്ല. അപ്പോഴേക്കും വലതുപക്ഷ രാഷ്ട്രീയം ബംഗാളിനെയും കൊൽക്കത്തയെയും വിഴുങ്ങിയിരുന്നു.
അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേന്ദ്രത്തിലൊരു ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം 77-ൽ ബംഗാളിൽ ഇലക്ഷൻ നടന്നപ്പോൾ 3-2 ഭൂരിപക്ഷത്തോടെ ഇടതുമുന്നണിയെ ബംഗാളിലെ ജനങ്ങൾ അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഈ 5 വർഷത്തെ ആ ഒരു അടിച്ചമർത്തൽ ഭരണം അല്ലെങ്കിൽ അർത്ഥഫാസിസ്റ്റ് വായിച്ച കണ്ട ബംഗാളിന് ഏറ്റവും അടിയന്തരം അവിടുത്തെ ഒരു ക്രമസമാധാന പാലനം, ഒരു സമാധാന സ്ഥിതിയിലേക്ക് അവിടുത്തെ അന്തരീക്ഷത്തെ എത്തിക്കുക എന്നതായിരുന്നു. അതിനാണ് ബംഗാളിലെ ഇടതുമുന്നണി സർക്കാർ പ്രാമുഖ്യം നൽകിയത്. ആ 33 വർഷത്തെ ഭരണകാലയളവിലും ബംഗാൾ ശാന്തവും സമാധാനവുമായി നിലകൊണ്ടു എന്ന് തന്നെ വേണം പറയാൻ. വലിയ വർഗീയ കലാപങ്ങളും മറ്റും രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോഴും ബംഗാൾ സമാധാനമായി നിലകൊണ്ടു. കൊൽക്കത്ത ഇന്ന് അശാന്തമാണ്. രൂക്ഷമായ സാമുദായിക ഭിന്നിപ്പ് നഗരത്തിൻ്റെ ഹൃദയം തകർത്തിരിക്കുന്നു. ഇടയ്ക്കിടെ നഗരം കലാപങ്ങളുടെ പിടിയിലമരും. സ്ത്രീകൾ മാത്രമല്ല, കൊൽക്കത്ത നഗരത്തിൽ ഇന്ന് ആരും സുരക്ഷിതരല്ല.